ലക്ഷ്യത്തിലേക്കുള്ള കുറുക്ക് വഴി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്കുള്ള നേരായ വഴിയാണ്. ആ നേരായ വഴിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. ഒന്ന് ശാരീരിക മാനസിക ആരോഗ്യം, സത്യം, അതേപോലെ തന്നെ കൂട്ടായ്മ, അറിവ്, കഴിവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ശാരീരിക മാനസിക ആരോഗ്യം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ചിന്തകൾ ഉണ്ടായിരിക്കുള്ളൂ, നല്ല ശരീരം നല്ല മനസ്സിലും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാരീരിക മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് ശ്രമിക്കേണ്ടതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം എന്ന് പറയുന്നത്. സത്യത്തിനെ കുറിച്ചിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സത്യം എന്ന് പറയുന്നത് അങ്ങനെയാണോ എന്ന്. സത്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സത്യം എന്ന് പറയുന്നത് എപ്പോഴും സ്വതന്ത്രമാണ്. നമുക്കെപ്പോഴാണ് നുണ പറയേണ്ടി വരുന്നത്? നമുക്ക് നുണ പറയേണ്ടി വരുന്നത് എപ്പോഴും സ്വാതന്ത്ര്യമില്ലായ്മയിലാണ് നമുക്ക് നുണ പറയേണ്ടി വരുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള ഭാരങ്ങൾ, ബന്ധങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മളിപ്പോഴും സത്യസന്ധരായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ബാധ്യതകൾ മൊത്തം നമ്മൾ ചുമടേറ്റി നടക്കുന്നതിന് തുല്യമാണ്. നമ്മളുടെ ലക്ഷ്യത്തിന് തടസ്സമാവുന്നത് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളാണ്. നമുക്ക് എവിടെയും സത്യസന്ധമായിട്ട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സത്യസന്ധമായ ജീവിതം ഉണ്ടായിരിക്കണം. ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.